ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ്. ഫസ്റ്റ് ഫേസിൽ 8 STS ക്രെയിനാണ് നമ്മുടെ ബർത്തിലുള്ളത്. ആ 8 STS ക്രെയിനിന്റെ ബൂമ് പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആഫ്രിക്കയിലെ ലോം പോർട്ടിൽ നിന്നും വലിയൊരു കപ്പലാണ് നമ്മുടെ പോർട്ടിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. വലിയൊരു ഡ്രാഫ്റ്റും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വ്യത്യസ്തമായ കണ്ടെയ്നറും വ്യത്യസ്തമായ കപ്പൽ തന്നെയാണ് നമ്മുടെ പോർട്ടിലേക്ക് ഉടൻ എത്തിച്ചേരാൻ പോകുന്നത്. ഏതാണ് ആ കപ്പൽ എന്നറിയില്ല. നമുക്ക് പുറംകടലിലുള്ള കപ്പലിനെ നമുക്കൊന്ന് സൂം ചെയ്യാം. നമ്മുടെ ബ്രേക്ക് വാട്ടർ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെയാണ് കപ്പലുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കപ്പലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ കപ്പൽ വന്നിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിലാണ് കപ്പലുള്ള എല്ലാ കപ്പലും ഈ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ടെക് പോർട്ടിലെ പൈലറ്റ് പോയിട്ട് കപ്പലിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ മുന്നിലൂടെ ആയിരിക്കും കപ്പൽ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ആഫ്രിക്കയിലെ ലോം പോർട്ടിൽ നിന്ന് വന്ന വലിയൊരു കപ്പലാണ് ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പുറംകടലിൽ നിൽക്കുന്നത്. വളരെയധികം സൂം ചെയ്തിട്ടാണ് നമ്മളെ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ തന്നെയാണ് ഈ കപ്പൽ. അതുമാത്രമല്ല, ഈ കപ്പലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ബോ ത്രസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ബൾബസ് ബോയിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. കപ്പലിന് പൂർണ്ണമായിട്ടും തിരിയാനൊക്കെ അത് സഹായിക്കും. ഇപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്ത് പോകുന്നത് നമ്മുടെ സീപോർട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിന് ബോയ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയാണുള്ളത്. വളരെയധികം പ്രത്യേകതകളുണ്ട് ഈ ബോയ്ക്ക് എന്ന് പറയുന്നത്. കാരണം നിലവിൽ നമ്മൾ ഈ കാണുന്ന കടലിന്റെ നിലവിൽ ഈ സ്ഥലത്തെ ആഴമെല്ലാം ഏകദേശം 22 മീറ്ററിന് വെളിയിലാണ്. കാരണം ഇവിടെ എല്ലാം ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയിട്ടുണ്ട് കപ്പൽ ചാലിനായി. നമ്മൾ ഈ ബോയ് നിൽക്കുന്ന ഏറ്റവും അടിയിൽ ഒരു ആങ്കർ ഉണ്ട്. അത് മാത്രമല്ല, ബോയിലൂടെ നമുക്ക് കടലിന്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സെക്യൂരിറ്റി ഫ്ലോട്ട് ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു മൂറിംഗ് ലൈൻ ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കുന്ന വിൻഡ് സ്പീഡ്, എത്രയാണ് കാറ്റിന്റെ സ്പീഡ് എന്നറിയാൻ സാധിക്കും. വേവ് സെൻസർ ഇതിനകത്തുണ്ട്. കാരണം എത്രയാണ് തിരമാല ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. രാത്രിയായാൽ ഇതിലൊരു ലൈറ്റ് തെളിയും. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അതിനുപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ അറിയാനായി സാധിക്കുന്നത്. നമുക്ക് ഈ ബോയ്സ് ഒക്കെ പല പല യൂസിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഈ പോർട്ടുകളിൽ ഉപയോഗിക്കുന്നത് കപ്പൽ കറക്റ്റായിട്ട് ഈ ബോയ്ക്കുള്ളിലൂടെ കയറി കപ്പൽ ചാലിലൂടെ പ്രവേശിച്ച് ബെർത്തിങ്ങിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും 2 ബോയുടെ ഇടയിൽ കൂടിയാണ് ഈ കപ്പൽ വരുന്നത്. എല്ലാ കപ്പലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കപ്പൽ വളരെ ദൂരെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കപ്പലിന്റെ അടുത്തെത്തിയിരിക്കുന്നു. മുന്നിലൂടെ ഒരു ഫിഷിംഗ് വള്ളം പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ധാരാളം ഫിഷർമാൻമാരാണ് ഇവിടെ നിന്നും ഫിഷിംഗ് നടത്തുന്നത്. അതിന് യാതൊരു വിധ തടസ്സവുമില്ലാതെ ധാരാളം കപ്പലുകളാണ്, ഏകദേശം 400-നടുത്ത് കപ്പലുകളാണ് ഇപ്പോൾ നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 400 എത്തിയിട്ടില്ല, 300 സംതിങ് ആണ്. 350-ന് മുകളിൽ കപ്പൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണാൻ സാധിക്കാത്ത വിധത്തിലാണ് കപ്പൽ നമ്മുടെ പോർട്ടിൽ ഓരോ ദിവസവും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഇതൊരു അൾട്രാ ലാർജ് വെസലല്ല, ലാർജ് വെസലാണ്. പക്ഷേ വളരെയധികം പ്രത്യേകതകളുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന കപ്പൽ ഏറ്റവും പുതിയ കപ്പലാണ്. പുതിയ കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഡേറ്റ് നമുക്ക് പറയാം. 25/10/2023 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ പുറത്ത് തിരമാല വളരെ കൂടുതലാണ്. മൺസൂൺ കാലമാണ്. മൺസൂൺ കാലമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തിരമാല വളരെ കൂടുതലാണ്. ആ തിരമാലകളെല്ലാം കീറി മുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് വരുന്നു. ബൾബസ് ബോയ് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം കപ്പലിന്റെ ഡ്രാഫ്റ്റ് വളരെ കൂടുതൽ തന്നെയായിരിക്കും. അടുത്തെത്തിയാൽ മാത്രമേ നമുക്കറിയാനായി സാധിക്കുള്ളൂ. ഏകദേശം 366 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത്.
51 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത്. 29.5 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 16 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. 22 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 15,264 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 1000 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കപ്പലിന് ബോ ത്രസ്റ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇത് സൈഡിലേക്കൊക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ കടലിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് 10 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് നമ്മുടെ ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നമ്മുടെ പോർട്ടിലേക്ക് എത്താൻ വളരെ കുറച്ച് സമയം തന്നെ മതിയാവും. പക്ഷെ നമുക്ക് പല രാജ്യങ്ങളിലും ഉള്ളിലേക്ക് നദിയിലൂടെയൊക്കെയാണ് ഈ കപ്പൽ പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഈ ബോൾ ത്രസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കപ്പൽ 2 സൈഡിലും തട്ടാതെ ഇടയിലൂടെ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാനായി സാധിക്കും. കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കുറച്ച് വലിയ, അതായത് 360 ഡിഗ്രി തിരിക്കാൻ സാധിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ രീതിയിലൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെയധികം പ്രത്യേകതയുള്ള കപ്പലാണ്. നമുക്ക് ഈ ബോ ത്രസ്റ്റർ ഒക്കെ കാണാനായി സാധിക്കുമെന്ന് നോക്കാം. ഇത് ഈ പറയുന്ന ബൾബസ് ബോയിലാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത്. ബൾബസ് ബോ പൂർണ്ണമായിട്ടും കടൽ ജലത്തിൽ മുങ്ങി വരികയാണ്. കാരണം നല്ലൊരു ഡ്രാഫ്റ്റ് ഉണ്ട് കപ്പലിന്. വളരെ മനോഹരമായ കപ്പൽ തന്നെയാണ്. ഏറ്റവും പുതിയ കപ്പലായതിനാൽ മാർക്കിംഗ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ കപ്പൽ കടന്നു വരുന്നു. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ കപ്പലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കപ്പലും വളരെയധികം പ്രത്യേകതയുള്ള കപ്പൽ തന്നെയാണ്. ഇത് 2023 2021 ലാസ്റ്റിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് 1 വർഷം മുന്നേ ബിൽഡ് ചെയ്ത കപ്പൽ തന്നെയാണ്. അതിനാൽ ഈ കപ്പലിന്റെ ഓരോ ഫീച്ചേഴ്സും മറ്റു കപ്പലുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഓരോ വർഷം കപ്പൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ സൈസ്, അതായത് ഇപ്പൊ 366 മീറ്റർ ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് കൂടുതൽ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നാണ് ഓരോ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നോക്കുന്നത്. കാരണം ഇതിന്റെ ഡ്രാഫ്റ്റ് കൂട്ടിയിട്ട് പോകാനായി നോക്കുന്നു. കാരണം അങ്ങനെ ഡ്രാഫ്റ്റ് കൂടി വരുമ്പോൾ അതിന്റെ സൈസ് വ്യത്യാസം വരില്ല. എനിക്ക് തോന്നുന്നു ഈ സൈസ് വ്യത്യാസപ്പെടുത്താതെ ഇപ്പൊ 366 മീറ്റർ എന്നുള്ളത് സൈസ് വലിയ വ്യത്യാസം വരുത്താതെ ഇതിന്റെ എനിക്ക് തോന്നുന്നു ടാക്സിന്റെ ഒക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും സൈസ് വ്യത്യാസം വരാതെ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പായ MSC അയരണ 399.98 മീറ്റർ ആണ്. അതായത് 400 മീറ്റർ ആയിട്ടില്ല. അങ്ങനെ പല കപ്പലുകളും അതേ രീതിയിൽ പോകുന്ന ടാക്സ് വ്യത്യാസം വരാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അവർ ഡ്രാഫ്റ്റ് കൂട്ടിയിട്ട് കണ്ടെയ്നർ വെക്കേണ്ട സ്പേസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ വലിയ ഡ്രാഫ്റ്റ് ഉള്ള വലിയ ഡ്രാഫ്റ്റ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ പോർട്ടുകൾക്കായിരിക്കും വലിയ കപ്പലുകൾ വരിക. കാരണം ഇനി അടുത്ത് വരുന്ന എല്ലാം അങ്ങനെയുള്ള കപ്പലുകളായിരിക്കും. കാരണം അപ്പോൾ സൈസ് വ്യത്യാസം വരില്ല, കണ്ടെയ്നർ കൂടുതൽ ലോഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ പോർട്ട് തന്നെയാണ്. അത് മാത്രമല്ല ലോകത്തിലെ എണ്ണപ്പെട്ട ഡീപ്പ് വാട്ടർ പോർട്ടിലെ ലിസ്റ്റിലും നമ്മുടെ പോർട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ പേര് പറഞ്ഞില്ല. MSC ഫ്രീയ ആയാണ് നമ്മുടെ മുന്നിൽ വരുന്ന. ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കപ്പലിന്റെ പാർട്സ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പറയും പോലെ നമുക്ക് ഫണലും ബ്രിഡ്ജ് പോർഷനും ഫോർമാസ്റ്റൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സൂമിങ്ങിലൂടെ നമുക്ക് എത്രത്തോളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ബൾബസ് ബോയാണ്. ബൾബസ് ബോ പൂർണ്ണമായിട്ടും കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ കപ്പലിന്റെ ഡ്രാഫ്റ്റ് എത്രയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. 2 സൈഡിലായിട്ട് ആങ്കർ പോർഷൻ കാണാൻ സാധിക്കും. MSCയുടെ ബാഡ്ജിങ് വളരെ വ്യക്തമാണ്. ഏറ്റവും മുന്നിലായിട്ടാണ് ഈ പറയുന്ന ഫോർമാസ്റ്റ് ഉള്ളത്. കണ്ടോ, ഈ വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല, വളരെ മോഡേൺ ആയിട്ടുള്ള ഫോർമാസ്റ്റ് തന്നെയാണ്. 2023 ബിൽഡ് ചെയ്ത ഷിപ്പാണ് MSC അയരണയും. MSC അയരണയുടെ ഫോർമാസ്റ്റ് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെ പല എക്യുപ്മെന്റ്സും ഈ ഫോർമാസ്റ്റിലുണ്ട്. നമ്മുടെ ബ്രിഡ്ജ് പോർഷനിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് ഫോർമാസ്റ്റ് തന്നെയാണ്. വളരെ ഹൈറ്റിലാണ് ഈ ഫോർമാസ്റ്റ് ഉള്ളത്. നമുക്ക് വലിയൊരു കപ്പലായതുകൊണ്ടാണ് വളരെ ദൂരം നിന്നാണ് വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് വിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അത് മാത്രമല്ല ബ്രിഡ്ജ് വിങ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വീൽ ഹൗസ് ആണ്. നമ്മൾ ഈ ഗ്ലാസ് പോർഷനാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോർട്ടിലെ പൈലറ്റും കപ്പലിലെ ക്യാപ്റ്റൻ ഇപ്പോൾ ഉണ്ട്. വളരെ ചെറുതായിട്ട് മാത്രമേ കാണാനായി സാധിക്കുള്ളൂ. വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിട്ടാണ് ഈ നമുക്ക് ബ്രിഡ്ജ് വീൽ ഹൗസിനുള്ളിലെ ആൾക്കാരെ വളരെ ചെറുതായിട്ട് കാണുന്നത്. അതിന്റെ മുകളിൽ മങ്കി ഐലൻഡ് ആണ്. മങ്കി ഐലൻഡോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ് ഉള്ളത്, റഡാർ ഉള്ളത്, സിഗ്നൽ മാസ്റ്റ് ഉള്ളത്. ഇതെല്ലാം വരുന്നത് നമ്മുടെ, അതായത് കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം വരുന്നത് ഈ പറയുന്ന മങ്കി ഐലൻഡാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കണക്ഷൻ എക്യുപ്മെന്റ്സിന്റെ ഡിസ്പ്ലേ നമുക്ക് ഈ പറയുന്ന വീൽ ഹൗസിൽ തീർച്ചയായിട്ടും കാണാം. വീൽ ഹൗസിൽ മാത്രമല്ല കപ്പലിന്റെ പല ഭാഗത്തും കാണും. പല കണക്ടിവിറ്റിയും വരുന്ന പല ഭാഗത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 50% മുകളിൽ ഡിസ്പ്ലേ വരുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ബ്രിഡ്ജിലെ ഈ പറയുന്ന മങ്കി ഐലൻഡിൽ ഈ വീൽ ഹൗസ് തന്നെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന പലതും. കാരണം നമ്മുടെ
മിഷേൽ കാപ്പലിനി എന്ന് പറയുന്ന കപ്പൽ വന്നപ്പോൾ ആ കപ്പലിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനായി സാധിച്ചിരുന്നു. കാരണം അതിൽ ക്യാപ്റ്റൻ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ എക്യുപ്മെൻറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ മിക്കതും, അതായത് 50% മുകളിൽ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ ഈ പറയുന്ന വീൽ ഹൗസ് തന്നെയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഇതായിരിക്കും ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്ന്. കപ്പലുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ക്രൂ മെമ്പേഴ്സ് ധാരാളമായി കാണുന്നുണ്ട്. അവർക്കറിയാൻ ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കമൻ്റ് ആയിട്ട് ഇടുക. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫ് ബോട്ടാണ്. വളരെ ദൂരമായിട്ട് ലൈഫ് ബോട്ട് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഡെക്ക് പോർഷനൊക്കെ നോക്കാം. ഫുള്ള് കംപ്ലീറ്റ് അല്ല ഡെക്ക്, എന്നാലും ഡ്രാഫ്റ്റ് വളരെ കൂടുതലാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. MSCയുടെ കണ്ടെയ്നറാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ എന്ന് പറയുന്ന ആ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നർ കാണാൻ സാധിക്കും. ഏറ്റവും പുറകിലായിട്ട് നമുക്ക് ഈ പറയുന്ന ഫണലിനെ കാണാൻ സാധിക്കും. ഫണലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു പൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. കൂടുതൽ പൊല്യൂഷൻ അന്തരീക്ഷത്തിലേക്ക് വരില്ല. ആ രീതിക്ക് ഫിൽട്ടർ ചെയ്തിട്ടാണ് പുതിയ കപ്പലിലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ കപ്പലിലുള്ളത്. അതായത് കപ്പലിന്റെ ഹൃദയം എന്ന് പറയുന്ന എഞ്ചിനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എക്സോസ് വോൾവാണ് നമുക്ക് മുന്നിലായിട്ട് കാണാനായി സാധിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. കാരണം കപ്പൽ തിരിഞ്ഞു വരുന്ന സമയത്തൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. ഏറ്റവും പുതിയ ഷിപ്പും വളരെയധികം പ്രത്യേകതകളുമുള്ള ഷിപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന MSC ഫ്രിയ എന്ന് പറയുന്ന ഷിപ്പ്. ഇപ്പോൾ നമ്മുടെ ചഗ് ബോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ചഗ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോയ ഡോൾഫിൻ 27 എന്ന് തന്നെയാണ് തോന്നുന്നത്. അതെ, അതിനുശേഷം റോപ്പ് നമ്മുടെ കപ്പലിന്റെ സൈഡിലായിട്ട് ടൈ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ടെക് ബോട്ടുകൾ വരാനുണ്ട്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്രത്തോളം ടെക് ബോട്ടുണ്ടെന്ന് നോക്കാം. അതാ നമ്മുടെ പോർട്ടിലെ പടക്കുതിരകൾ എന്ന് വിശേഷിക്കുന്ന ടെക് ബോട്ടുകൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ 26 ആണ്. ഡോൾഫിൻ 27 ആണ് തൊട്ട് മുന്നേ നമ്മളവിടെ കണ്ടത്. അത് നമ്മുടെ പോർട്ടിലുള്ളത് 26, 27, 28, 29 അങ്ങനെ 4 പടക്കുതിരകളാണ് നമ്മുടെ പോർട്ടിൽ. ഇത് വെള്ളക്കുതിരകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ മനോഹരമാണ്. ഇതിപ്പോൾ 28 ആണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത്, കണ്ടോ. അപ്പോൾ 3 ചഗ്ഗാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ MSC ഫ്രിയ എന്ന് പറയുന്ന ഈ കപ്പലിനെ നമ്മുടെ കപ്പൽ ചാലിലൂടെ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത്. കാരണം ബെർത്ത് ചെയ്യുന്നതിൽ മാത്രമല്ല മൂറിങ്ങിനും നമ്മുടെ ഈ ടെക് ബോട്ടിന്റെ ആവശ്യമുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് മൂറിംഗ് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. മൂറിംഗ് റോപ്പ് റിലീസ് ചെയ്യുന്നത് ഫുൾ വീഡിയോ ഇന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബെർത്തിൽ വേറെ കപ്പലൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു ദൃശ്യം നോക്കൂ. കപ്പൽ വരുന്നുണ്ട്. 3 കപ്പലിന്റെ ചുറ്റുപാടും നമ്മുടെ ടെക് ബോട്ടുകൾ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കൺട്രോളിൽ നമ്മുടെ ഇപ്പോൾ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റാണ്. ബാക്കി ടെക് ബോട്ടിന്റെ കൺട്രോൾ ഉടൻ തന്നെ വരും. ഇത് ടൈ ചെയ്തതിനു ശേഷം പൂർണ്ണ സെക്യൂരിറ്റിയോടെ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന MSCയുടെ വലിയ കപ്പലായ MSC ഫ്രിയ എന്ന് പറയുന്ന കപ്പലിനെയാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. ഇതാ നമുക്ക് നോക്കാം, കണ്ടോ. ഇപ്പോൾ ഈ ഭാഗത്ത് ഈ സമയത്ത് തിരമാല വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മൺസൂൺ സീസണിൽ വിഴിഞ്ഞം ഭാഗത്തൊക്കെ നല്ല തിരമാലയുണ്ട്. പക്ഷെ അത് ഈ കപ്പൽ ഗതാഗതത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമല്ല. കാരണം കപ്പൽ നമുക്കറിയാലോ, ഇതിലും വലിയ തിരമാലയുടെ കടലിലൂടെ കടന്നു പോകുന്ന കപ്പലിന് ഇതൊരു തിരമാലയല്ല. എന്നാലും അതൊരു മനോഹരമായ കാഴ്ച തന്നെ. ടെക് ബോട്ടിലെ സൈഡിലൂടെ കപ്പൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ പോർട്ടിലേക്ക് കയറി പോകുന്ന കാഴ്ച. കാരണം നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് കമന്റ് രൂപത്തിൽ വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ബൾബസ് ബോ കാണാനായി സാധിക്കില്ല. കാരണം ഈ പറയുന്ന ബോ ത്രസ്റ്റർ എന്ന് പറയുന്നത് ബൾബസ് ബോയുടെ സൈഡിലുണ്ട് എന്നാണ്. കാരണം കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് രീതിയിൽ തിരിയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതും ഈ കപ്പലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാ കപ്പലിനും അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. കാരണം അതൊരു അഡീഷണൽ ഫിറ്റിങ്സ് പോലെയാണ് അത് വെക്കുന്നത്. പല ക്യാപ്റ്റന്മാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള പോർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ആ കപ്പൽ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തീർച്ചയായിട്ടും കപ്പലിന്റെ ഡ്രാഫ്റ്റ് നമുക്ക് നോക്കാം. കണ്ട വ്യക്തമായിട്ട് ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കപ്പലായതുകൊണ്ട് മാർക്കിംഗ് വളരെ വ്യക്തമാണ്. ഏകദേശം 15 മീറ്ററോളം 16 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോകുന്നുണ്ട്. എനിക്കൊന്ന് 14.78 മീറ്ററാണ് കറക്റ്റ് നമുക്ക് ഷിപ്പ് ട്രാക്കിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ 15 മീറ്ററോളം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മാക്സിമം ഡ്രാഫ്റ്റ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞു 16 മീറ്റർ എന്ന്. 16 മീറ്റർ മാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ മാക്സിമം 17 മീറ്ററോളം നമുക്ക് സഞ്ചരിക്കാനായി സാധിക്കും എന്ന് തന്നെ മാർക്കിങ്ങിൽ നമുക്ക് കാണാനായി സാധിക്കും. പക്ഷേ വാട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത് 16 മീറ്ററിലാണ് വാട്ടർ ലൈൻ കൊടുത്തിട്ടുള്ളത്. MSC ഫ്രിയയുടെ വാട്ടർ ലൈൻ നമുക്ക് വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് പോകുന്നത്. ധാരാളം കണ്ടെയ്നറുമുണ്ട് കപ്പലിനകത്ത്. കണ്ടെയ്നർ നല്ല വെയിറ്റ് ആണ്. കാരണം ഫുൾ ലോഡായിട്ടല്ല വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് ചില ഈ പറയുന്ന രീതിയിലൊക്കെ കണ്ടെയ്നർ കുറവായിരിക്കും. പക്ഷേ ഡ്രാഫ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കപ്പലിലെ ഈ പറയുന്ന ക്രൂസ് പോർട്ടിലെടുത്തെത്തുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലികൾ തന്നെയാണ്. കാരണം ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ചഗ് ബോട്ടിനെ
നമ്മുടെ കപ്പലുമായിട്ട് ടൈ ചെയ്യാൻ വേണ്ടി ഹെവി റോപ്പ് ടൈ ചെയ്യണം കേട്ടോ. ഹെവി റോപ്പ് ഇട്ട് കൊടുത്ത് ഈ പറയുന്ന അവിടെ നിന്ന് റോപ്പ് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം കപ്പലിൽ ഈ പറയുന്ന ടഗിൽ തന്നെ റോപ്പുണ്ട്, ആ റോപ്പുമായിട്ട് കെട്ടി മുകളിലോട്ടിട്ട് ഇനി കപ്പലുമായിട്ട് ടൈ ചെയ്യും. ഇത് റിലീസ് ചെയ്യുന്നത് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോർട്ടിലെത്തിയതിന് ശേഷം മൂറിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അതുവരെ ഈ റോപ്പ് തീർച്ചയായിട്ടും ടൈ ചെയ്തിരിക്കും കണ്ടോ. ഇതാണ് നമുക്ക് MSC എന്ന് പറയുന്ന ബാഡ്ജിങ് ധരിച്ച ഈ ക്രൂ മെമ്പേഴ്സിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ക്രൂസിനെ കാണാൻ സാധിക്കും. ഇതിൽ ഇന്ത്യക്കാരും ഉണ്ടാകും ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു റൊട്ടേഷൻ പോർഷനിലാണ് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ടൈ ചെയ്യാനായി സാധിക്കുന്നത്. ഓരോ പോർട്ടിലെത്തുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ക്രൂവിന് അതിനെ നിയോഗിച്ച ക്രൂ മെമ്പേഴ്സ് ആ ജോലികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇനി ലൈഫ് ബോട്ടാണ് കാണാനുള്ളത്. ലൈഫ് ബോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എമർജൻസി ഘട്ടത്തിൽ ലൈഫ് ബോട്ട് ഉപയോഗിച്ചാണ് കപ്പലിലെ ജീവനക്കാർക്ക് രക്ഷപ്പെടാനായി സാധിക്കുക. അതുമാത്രമല്ല സൈഡിൽ ഒരു ക്രെയിനും ഉണ്ട്. ഇനി നമുക്ക് ഈ ബ്രിഡ്ജ് പോർഷൻ്റെ സൈഡിലെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ലാഡറുകളുണ്ട് നമുക്ക് ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനിൽ. ഇവിടെയാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ അക്കോമഡേഷനും എല്ലാം വരുന്നത് ഈ ബ്രിഡ്ജ് പോർഷനിൽ തന്നെയാണ്. ഏറ്റവും മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ വീൽ ഹൗസ് ഒക്കെ ഉള്ളത്. കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇന്ത്യയുടെ പതാക അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സും ഈ പറയുന്ന കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം അത് കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് എപ്പോഴും നമ്മുടെ കപ്പലിനകത്ത് തന്നെയാണ്. ഇതാ നമുക്കിനി വ്യത്യസ്തമായ കണ്ടെയ്നറുകൾ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് കണ്ടെയ്നറുകളെന്നുള്ള. MSCയുടെ ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നർ എന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല, എന്നാലും ഡെക്ക് പോർഷൻ ഏകദേശം ഫുള്ളാണ്. ഇനി നമുക്ക് എപ്പോഴും പറയുന്ന പോലെ കപ്പലിൻ്റെ ഹൃദയം എന്ന് പറയുന്ന പോലെ എഞ്ചിനിൽ നിന്നുള്ള എക്സോസ്റ്റ് വാൾവാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത് കണ്ടോ. തൊട്ടടുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കണ്ടോ. ഇതാണ് ഈ പറയുന്ന എക്സോസ്റ്റ് വാൾവ്. അത് മാത്രമല്ല എഞ്ചിനിൽ നിന്ന് മാത്രമല്ല ജനറേറ്റർ, ഇതിൻ്റെയൊക്കെ എക്സോസ്റ്റ് ആണ് ഓരോന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മെയിൻ എക്സോസ്റ്റ് മാത്രമല്ല, എനിക്കൊണ്ട് 4 ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏകദേശം 5ഓളം എക്സോസ്റ്റ് ഉണ്ട് അതിനകത്ത് ജനറേറ്റർ കാണും, പല മെഷീൻസ് കാണും. ഇതിൻ്റെയൊക്കെ എക്സോസ്റ്റ് വരുന്നത് ഈ ഒരു മെയിൻ എക്സോസ്റ്റിലൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം വളരെ വളരെ ചെറിയൊരു പൊല്യൂഷൻ മാത്രമേ ഈ കപ്പലുകൾ പുതിയ ടെക്നോളജിയിലെ കപ്പൽ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം അടുത്തൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു കപ്പൽ ഇട്ടിരാം, അപ്പോൾ നമുക്ക് ആ ഡിഫറൻറ്റ് മനസ്സിലാവും. അത് വളരെ പഴക്കം ചെന്നൊരു കപ്പൽ തന്നെയാണ്, അത് വളരെ വലിയ പൊല്യൂഷൻ തന്നെയാണ് ഉള്ളത്. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ആ പൊല്യൂഷൻ കുറച്ച് ആണ് പുതിയ ബിൽഡിംഗ്. പൊല്യൂഷൻ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ധാരാളം കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ കപ്പൽ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡോൾഫിൻ സീരീസിലെ 2 ടെഗുകളും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു ടോട്ടൽ 3 ടെഗ് വന്നിട്ട് 3 ടെഗിലും നമ്മുടെ നേരത്തെ കണ്ടതുപോലെ ഹെവി റോപ്പ് പൂർണ്ണമായിട്ടും ടൈ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് ഡോൾഫിൻ 27 നേരത്തെ ടൈ ചെയ്തിട്ടുണ്ട്. ഡോൾഫിൻ 26 ഇത് നമുക്ക് ഇവിടെ ഡോൾഫിൻ 28 നമുക്കിവിടെ കാണാൻ സാധിക്കും. മുന്നിലായിരിക്കും ഡോൾഫിൻ 26, 27, 28 ഈ 3 ടെഗാണ് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന MSC ഫ്രിയ എന്ന് പറയുന്ന കപ്പലിനെ പോർട്ടിലേക്ക് ബർത്ത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ച. ഏറ്റവും പുറകിലെ ടെക് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം ഫുള്ള് തന്നെയാണ്. ഇനിയും കണ്ടെയ്നർ ലോഡ് ചെയ്യാനായി തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഏകദേശം 15 മീറ്റർ 14.7 15 മീറ്ററോളം ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റ് തന്നെയാണ്. നമ്മുടെ അൾട്രാ ലാർജ് വെസലിലെ ലാർജ് വെസൽ വന്നുകൊണ്ടിരിക്കുന്നത്. ലാർജ് വെസലിനൊക്കെ എനിക്കൊണ്ട് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ 16 മീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡിഫറൻറ്റ് മനസ്സിലാവും. നമ്മൾ തൊട്ട് മുന്നേ വരുന്ന കടലിലെ തിരമാലയും ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിൽ തിരമാലയില്ല. അപ്പോൾ പലരും നമുക്ക് ഈ പറയുന്ന വീഡിയോയിലൂടെ കമന്റ് ആയിട്ട് ചോദിക്കുന്നു എന്തിനാണ് ഈ ബ്രേക്ക് വാട്ടർ. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ഇതാണ്. തിരമാല കൂടുതലായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരില്ല. അത് മാത്രമല്ല നമുക്ക് കണ്ടെയ്നർ മൂവ്മെന്റ് നടത്താൻ വേണ്ടി കപ്പലിനെ ഈ പറയുന്ന ടൈ ചെയ്ത് നിർത്തുന്നിടത്ത് കപ്പൽ അനങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ബ്രേക്ക് വാട്ടർ ഉള്ളത്. നമ്മുടെ STS ക്രെയിനുകൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ STS ക്രെയിനിന്റെ ബൂം ഉയർത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബൂം ഒന്ന് സൂം ചെയ്യാം. കപ്പൽ തിരിയുന്ന സമയത്താണ് നമ്മൾ ബൂം ചെയ്യുന്നത്. നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിന്റെ എൻഡ് പോർഷൻ, അതായത് കപ്പലിന്റെ അല്ല, നമ്മുടെ STS ക്രെയിനിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കും. ഇതാണ് ബൂമിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. എല്ലാ ബൂമും ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉയർത്തി വെച്ചുകൊണ്ടാണ് നമുക്കത് കാണാനായി സാധിക്കേണ്ടത്. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉയർത്തുകയും താഴ്ത്തുകയും ഇതെല്ലാം ഈ പറഞ്ഞ കണ്ടെയ്നർ മൂവ്മെന്റ് എല്ലാം നടക്കുന്നത്. എനിക്കൊന്നു ഡൽഹി IIT വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ കൺട്രോളിലാണ് നമ്മുടെ ഈ പറയുന്ന STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും 0% എററിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പോർട്ടിൽ ഈ വർക്കെല്ലാം നടക്കുന്നത്. നമുക്ക് STS ക്രെയിനുകളെ നേരത്തെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് STS ക്രെയിനിന്റെ സ്പ്രെഡർ, നമുക്ക് STS ക്രെയിനിന്റെ ബൂം കാണിച്ച സ്ഥിതിക്ക് സ്പ്രെഡർ കൂടെ നമുക്ക് കാണിക്കാം. ഇതാണ് സ്പ്രെഡർ. ഇത് ഉപയോഗിച്ചിട്ടുണ്ട് 8 STS ക്രെയിനിന്റെ 8 സ്പ്രെഡറാണ് നിലവിലുള്ളത്. ഇത് അറിഞ്ഞുകൂടാത്ത ധാരാളം പേര് കാണാം. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടോ.
ഇതാണ് സ്പ്രെഡർ. ഇത് എനിക്ക് തോന്നുന്നു 20 മീറ്റർ 20 ഫീറ്റ് 40 ഫീറ്റ് 45 ഫീറ്റ് 50 ഫീറ്റ് എന്ന് എനിക്കല്ല, പല ലെവലിലും ഈ പറയുന്ന സ്പ്രെഡർ അത് ചലിക്കാനായി സാധിക്കും. ചലിക്കും മീൻസ് സ്പ്രെഡർ ചെയ്യാനായി സാധിക്കും. അതിലൂടെ പല സൈസിലുള്ള കണ്ടെയ്നർ പിക്ക് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഈ പറയുന്ന സ്പ്രെഡർ നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ ബൂം എന്ന് കാണിച്ച് ഏകദേശം 72 മുതൽ 76 മീറ്റർ വരെയാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്നത്. എങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ അൾട്രാ ലാർജ് കപ്പലാവുമ്പോൾ ഏകദേശം 62 മീറ്ററോളം കടലിലേക്ക് അല്ലെങ്കിൽ വീതിയുള്ള ബീമുള്ള കപ്പലുകൾക്ക് 72-78 മീറ്ററോളമുള്ള ബൂം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടെയ്നർ ലോഡ് ചെയ്യാനേ സാധിക്കും. എമർജൻസി ഘട്ടങ്ങളിൽ ഈ ക്രെയിനുകൾ ഓപ്പറേറ്റിംഗ് മാത്രമല്ല, ഓപ്പറേറ്റിംഗ് ക്യാബിനുണ്ട്. ഇത് സെമി ഓട്ടോമാറ്റിക് ആണെങ്കിലും എമർജൻസിക്ക് നമുക്ക് ഈ കാണുന്ന അദാനി എന്ന് പതിപ്പിച്ച ഒരു ലേബൽ നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഫുൾ സെക്യൂരിറ്റി കണക്ഷൻസ് എല്ലാം വരുന്നത് ഇവിടെ നിന്ന് പിന്നെ കേബിളിലൂടെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കണക്ഷൻസ് പോകുന്നത്. അവിടെ നിന്നും നമ്മുടെ IIT ഡൽഹി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ ബേസിലാണ് നമ്മുടെ ഈ പറയുന്ന ക്രെയിനുകളെല്ലാം ഫുൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കുള്ള സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ് നമ്മുടെ ഈ പോർട്ടുള്ളത്. എന്നാലും നമ്മുടെ STS ക്രെയിനുകളാണ് ഞാൻ പറയുന്നത്. അതിന് നമ്മുടെ യാർഡ് ക്രെയിനുകളാവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. ഇതാണ് നമ്മുടെ പോർട്ടിലെ STS ക്രെയിനുകൾ. ഇനി നമ്മൾ ആ സമയത്ത് തന്നെ കപ്പലുകൾ തിരിയാനായി പോകുന്നു. കപ്പലുകളല്ല, കപ്പൽ MSC ഫ്രീയ തിരിയാനായി പോകുന്നു കേട്ടോ. ധാരാളം കപ്പലുകൾ വളരെ അനായാസമായിട്ട് തിരിഞ്ഞ പോർട്ടിന്റെ ഒരു സ്ഥലമാണിത്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ ധാരാളം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ബർത്ത് ചെയ്യാനായി പോകുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനായ MSC അയരണ കപ്പലിന്റെ ക്യാപ്റ്റനായ അദ്ദേഹം നമ്മുടെ ഒരു ഫോൺ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനായ മലയാളി അദ്ദേഹത്തിനോട് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ തന്നെ വളരെ അനായാസം തിരിഞ്ഞ് ബർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പോർട്ടിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊരു കപ്പലിനും വളരെ അനായാസന തിരിഞ്ഞ് ബർത്ത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ MSC ഫ്രീയ തിരിയുന്ന കാഴ്ച, ഇത് കപ്പൽ തിരിയുന്ന ഓരോ മൊമെന്റും വളരെ ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ അതെപ്പോഴും ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ തിരിഞ്ഞു വരുന്ന കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് സൈഡിലായിട്ട് 3 ടഗ്ഗിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ചില ടഗ്ഗുകൾ ഇങ്ങനെ ഇത് പറയുന്ന പുഷ് ചെയ്യുകയും ചെയ്തതോടെ കപ്പൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അതുമാത്രമല്ല ഇങ്ങനെ തിരിയുന്നതിന് നമ്മുടെ ഈ ബോ ത്രസ്റ്റർ എന്ന് പറയുന്ന പോർഷൻ ഈ പറയുന്ന ബൾബസ് ബോയുടെ അകത്തുണ്ട് എന്നാണ് നമുക്ക് ഈ കപ്പലിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനായി സാധിക്കുന്നത്. അപ്പോൾ അധികം ഇതില്ലാതെ തന്നെ കപ്പൽ തിരിയും. കാരണം ചെറിയ രീതിയിലേ തിരിയുള്ളൂ, പൂർണ്ണമായിട്ട് അങ്ങനെ തിരിയില്ല. പൂർണ്ണമായിട്ട് തിരിയുന്നെങ്കിൽ ടഗ് ബോട്ട് വേണം. ഇപ്പോൾ നമുക്ക് തിരിയുന്ന 180 ഡിഗ്രിയിലാണ് കപ്പൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് തിരിയുന്നത്. 360 അല്ല, 180 ഡിഗ്രിയിലാണ് കപ്പൽ പൂർണ്ണമായിട്ടും തിരിയുന്നുണ്ടോ. അങ്ങനെ തിരിയുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. എല്ലാ കപ്പലും ഇങ്ങനെ വന്ന് തിരിയുമ്പോൾ ഞാൻ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ ചിലപ്പോൾ മഴയായിരിക്കും, വീഡിയോ ഷൂട്ട് ചെയ്യാനേ സാധിക്കില്ല. ചിലപ്പോൾ രാത്രിയായിരിക്കും കപ്പൽ വരുന്നത്. കാരണം ഹൈറ്റൈഡ് ലോറ്റൈഡ് ഒക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 45-50 സെന്റിമീറ്റർ മാത്രമേ ഹൈറ്റൈഡ് ലോറ്റൈഡിന്റെ ഡിഫറൻസ് നമ്മുടെ പോർട്ടിലുള്ളൂ. അതിനാൽ നമുക്ക് ഏത് സമയത്തും ഏത് വലിയ കപ്പലിനെയും വളരെ അനായാസന ബർത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. നാച്ചുറലായിട്ട് തന്നെ ദൈവം കനിഞ്ഞ് തന്നിട്ടുള്ളൊരു പോർട്ട് തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം ഈ ടൈഡിന്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഏത് രാത്രിയിലും ഏത് കപ്പൽക്കും നമ്മുടെ പോർട്ടിൽ ഒരു എമർജൻസി വന്നാൽ കൂടി തന്നെ, പലപ്പോഴും എമർജൻസി കപ്പൽ വന്നിട്ടുണ്ട്, രാത്രിയിൽ കപ്പലോടെ വന്നിട്ടുണ്ട്. ഒരു എമർജൻസി വന്നാൽ കൂടി തന്നെ വളരെ ഫാസ്റ്റായിട്ട് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാനും പോർട്ടിന് പുറത്തേക്ക് പോകാനും പറ്റുന്ന രീതിയാണ് നമ്മുടെ പോർട്ടിന്റെ സവിശേഷതകളൊന്ന്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷന്റെ കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി പുതിയ കപ്പലുകളാണ്. പുതിയ മോഡേൺ രീതിയിൽ കണക്ഷൻ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഈ പഴയ കപ്പലുകളും പുതിയ കപ്പലിലും ഡിഫറൻസ് ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം കുറച്ചുകൂടി വിട്ട് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു കപ്പലാണെങ്കിൽ ഇതിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫണൽ, ബ്രിഡ്ജിന്റെ സൈഡിൽ തന്നെ ആയിരിക്കും ഫണൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന, എനിക്ക് തോന്നുന്നു നമ്മുടെ പോർട്ടിലെ പൈലറ്റ് തന്നെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ടഗ് ബോട്ടുകൾക്കും. ഇനിയിപ്പോൾ കപ്പൽ അടുക്കാറായല്ലോ, അപ്പോൾ ഈ പറയുന്ന പോർട്ട് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ട് സൈഡിലെ ആ ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കണ്ടോ. പോർട്ട് സൈഡ് തന്നെയാണ് ഈ പറയുന്ന ബ്രിഡ്ജ് വിങ്ങിന്റെ മുകളിലായിട്ട് ഇപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു പോർട്ടിലെ പൈലറ്റ് തന്നെ ആവാം. പോർട്ടിലെ പൈലറ്റും ചിലപ്പോൾ കപ്പലിലെ ക്യാപ്റ്റനും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. വളരെ ദൂരെയാണ്, ഞാൻ വലിയ സൂമിങ്ങിലൂടെ തന്നെയാണ് ഇത്ര വളരെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഇതിലപ്പുറം സൂമിംഗ് ഇല്ല. ഇതൊരു മാക്സിമം സൂമിങ്ങിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് നമുക്ക് കാണാനേ സാധിക്കുള്ളൂ. പിന്നെ സ്ഥിരമായിട്ട് കപ്പലിന്റെ വീഡിയോയും ഫോളോപ്പും എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബർത്തിങ്ങിലോട്ട് പോകുന്നതിന് മുന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സൈഡ് പോർഷനിൽ നമ്മുടെ ഈ പറയുന്ന
ഈ ബർത്ത് ചെയ്യുന്ന പോർഷനിലേക്ക് നമ്മുടെ ഈ പൈലറ്റും ഈ പറയുന്ന ക്യാപ്റ്റനും നിലവിൽ കാണാനായി സാധിക്കും. ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷനൊക്കെ തീർച്ചയായിട്ടും കൊടുക്കുന്നു. നമുക്ക് ഇനി വരുന്ന ഇപ്പോൾ തന്നെ കാണുന്ന വീഡിയോയിൽ തന്നെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്കിപ്പോൾ ഈ 2 ബർത്തും വേക്കൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ. 2 ബർത്ത് വെച്ചാൽ ഒരു ബർത്തേ ഉള്ളൂ, 2 ടെർമിനലും വേക്കൻ്റ് ആണ്. 2 ടെർമിനൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 കപ്പൽ വരെ വരാം. അത് നമ്മുടെ പോർട്ടിന്റെ പ്രത്യേകതയാണ്. കാരണം മാക്സിമം കപ്പലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആയിട്ട് മൂവ്മെന്റ് നടത്തുന്ന ഒരു പോർട്ടാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് 2 ടെർമിനലിനെ 3 കപ്പലുകൾ വരെ പലപ്പോഴായിട്ട് ബർത്ത് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബർത്തിന്റെ എൻഡ് പോർഷൻ 800 മീറ്ററിന്റെ എൻഡ് പോർഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് കാണാം ഇത് സാധാരണക്കാരല്ല. നമുക്കിപ്പോൾ അവരുടെ ജോലി നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഈ പറയുന്ന ഈ സൈഡിലായിട്ട് കാണുന്ന ഈ കുറ്റി പോലെ കാണുന്ന ബൊളാറ്റ്സ് ആണ്. അതായത് ഹെവി റോപ്പ് വലിച്ച് ഈ ബൊളാറ്റ്സിലേക്ക് ടൈ ചെയ്യുന്നുണ്ട്. ആ ടൈ ചെയ്യുന്ന സ്റ്റാഫുകൾ നമ്മുടെ പോർട്ടിലെ അഭിമാനമായ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഉരുക്ക് മനുഷ്യർ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാനായി സാധിക്കും. അവരാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇത് അവരെ അങ്ങനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ടെർമിനൽ 1-ലാണ് ടെർമിനൽ 2-ലാണ്. ടെർമിനൽ 1 ഫസ്റ്റ് ആണ്, ടെർമിനൽ 2-ലാണ് ഈ കപ്പൽ ബർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് എങ്ങനെയാണ് ഹെവി റോപ്പ് ടൈ ചെയ്ത് ഈ ബൊളാറ്റ്സിലാക്കുന്നത്, അതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇത്രത്തോളം സൂമിങ് കിട്ടുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ നമുക്ക് കപ്പൽ ബാക്കിലോട്ട് വന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ, ആ വീഡിയോ കിട്ടുകയുള്ളൂ. നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം, അത് കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് കപ്പലിനെ ക്രൂവിനെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കണ്ടോ. ഈ ഇവിടെ നിന്നാണ് റോപ്പ് റിലീസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കപ്പലിന്റെ സൈഡും ബാക്കും ഫ്രണ്ടും ഇതെല്ലാം ഹെവി റോപ്പ് റിലീസ് ചെയ്ത് നമ്മളെ ഈ ബൊളാറ്റ്സിൽ ടൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പറയുന്ന കപ്പലിനെ, അതായത് അനങ്ങാത്ത രീതിയിൽ കണ്ടെയ്നർ മൂവ്മെന്റ് എടുക്കാൻ നേരത്ത് അനങ്ങാത്ത രീതിയിൽ പിടിച്ച് കെട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മലയാളത്തിൽ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന അപ്പോൾ പലർക്കും സംശയം തോന്നി ഈ ബർത്തിന്റെ കോൺക്രീറ്റ് പോർഷനിൽ കപ്പൽ തട്ടില്ലേ. ഇല്ല, തൊട്ട് മുന്നിൽ നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് ഒരിക്കൽ പോയിരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഫെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു റബ്ബർ പോലത്തെ പോർഷനാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 1 മീറ്ററെങ്കിലും 1 മീറ്ററാണ്, എത്ര കറക്റ്റാന്ന് അറിയില്ല. ഈ കോൺക്രീറ്റ് പോർഷൻ കടലിൽ തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെൻഡേഴ്സിൽ തട്ടിയിട്ടാണ് കപ്പൽ നിൽക്കുന്നത്. അതായത് ഫെൻഡേഴ്സിൽ നിന്നും ഈ പറയുന്ന കോൺക്രീറ്റ് പോർഷനിലേക്ക് കപ്പൽ തൊടില്ല. അതിനുവേണ്ടിയാണ് ആ ഫെൻഡേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ കപ്പൽ ഇപ്പോൾ നമുക്കറിയാം കപ്പൽ വളരെ സാവധാനം ബാക്കിലേക്ക് പോകുന്നുണ്ടോ, വളരെ സാവധാനം ചേർത്തിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രത്തോളം അടുത്ത് ചേർത്തിട്ട് പോകുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു ടെർമിനൽ 2-ൽ തന്നെയായിരിക്കും ബെർത്തിങ് ഉള്ളത്. കണ്ടോ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് മാറിപ്പോയിട്ട് ബാക്കിലായിരിക്കും, ടെർമിനൽ 1-ലായിരിക്കും ബെർത്ത് ചെയ്യാൻ എപ്പോഴും പോവുക. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പൽ വളരെ ചേർത്തിട്ട് സൈഡിലൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ടെർമിനൽ 1-ലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹെവി റോപ്പ് റിലീസ് ചെയ്യുന്നതും ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന നമ്മുടെ വിഴിഞ്ഞത്തുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സ്റ്റാഫുകളാണ്, നമ്മുടെ പോർട്ടിലെ സ്റ്റാഫുകൾ തന്നെയാണ് ഉള്ളത്. അവരിപ്പം ബൊളാറ്റ്സിൽ ഈ പറയുന്ന ഈ ഹെവി റോപ്പ് ടൈ ചെയ്യുന്ന കാണാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു കപ്പൽ ചേർന്ന് പോകുന്ന ടെക് ബോട്ടെല്ലാം തൊട്ട് അപ്പുറത്താണുള്ളത്, മുന്നിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടെക് ബോട്ട് പ്രഷർ ചെയ്ത് ചെറിയൊരു പുഷ് കൊടുത്ത് ഈ ടെർമിനൽ 2-ലേക്ക് ബെർത്ത് ചെയ്യിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കപ്പലിനെ കാണാമെന്നല്ല, നമ്മളെ ഈ പറഞ്ഞ ഹെവി റോപ്പ് ഒന്ന് റിലീസ് ചെയ്യുന്നതും കാണാൻ സാധിക്കും, നമ്മുടെ ഈ ബൊളാറ്റ്സിൽ ടൈ ചെയ്യുന്നതും കാണാൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തെ ഉരുക്ക് മനുഷ്യർ, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പത്ര ഹെഡിലൊക്കെ കാണാൻ സാധിക്കും വിഴിഞ്ഞത്തെ ഉരുക്ക് മനുഷ്യർ കപ്പലിനെ പിടിച്ചു കെട്ടി എന്ന് പറയുന്നു പോലെ. അതെങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കുറച്ച് ഫാസ്റ്റാക്കിയാണ് കപ്പൽ ഈ പറയുന്ന ബെർത്തിനോട് ചേർന്നിട്ടാണ് പോകുന്നത്. അധികം അടുത്തിട്ടില്ല, കുറച്ച് ഏതായാലും നല്ലൊരു ഡിസ്റ്റൻസ് കാണും. കാരണം നമ്മൾ ഈ വശത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ബെർത്തിനോട് ചേർന്ന് പോകുന്നുണ്ടെങ്കിലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഏറ്റവും അങ്ങ് അറ്റത്തെത്തിയതും അതായത് ഇതിന്റെ ഡിഫറൻസ് ഇപ്പോൾ ചേർന്ന് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെർമിനൽ 1-ൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഈ പറയുന്ന ഒരു റോപ്പൊക്കെ അവിടെ ടൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് ഈ വിഴിഞ്ഞത്തെ ഉരുക്ക് മനുഷ്യർ നമ്മൾ പറയുന്ന ആ ജോലി. കണ്ടോ, എത്ര പേര് വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഹെവി റോപ്പ് വലിച്ചു കയറ്റിയിട്ടുള്ളോ. കാരണം ഈ പറയുന്ന റോപ്പ് വെള്ളത്തിൽ വീഴുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആണ് ഈ റോപ്പിനുണ്ട്. ആ റോപ്പാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വലിച്ചു കയറുന്നത്. കാരണം നമ്മുടെ ഈ കപ്പലിനെ പ്രഷർ ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് അപ്പോൾ ടെക് ബോട്ട് ഉണ്ട്. കാരണം കുറച്ച് പുഷ് ചെയ്താൽ മാത്രമേ ഇത് ഇവിടെ ഹൂക്ക് ചെയ്യാനായി സാധിക്കുള്ളൂ. കണ്ടോ, ആ ജോലികളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക് ബോട്ട് ചെറിയൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പൽ നിൽക്കുന്ന ഫെൻഡേഴ്സിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ബെർത്ത് പോർഷന്റെ
കപ്പലിന്റെ ഇടയിലായിട്ട് ഫെൻഡേഴ്സ് ഉണ്ട്, റബ്ബർ രൂപത്തിലൊരു ഫെൻഡേഴ്സ് ഉണ്ട്. ആ ഫെൻഡേഴ്സ് തട്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ സ്റ്റാഫുകൾ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ബൊളാറ്റ്സിൽ റോപ്പ് ടൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും ഞാൻ കാണിച്ചു തരാം. കപ്പലിലെ ക്രൂ തൊട്ട് മുകളിലുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന റോപ്പ് ടൈറ്റ് ആവുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹൂക്ക് ചെയ്തല്ല ചുറ്റിക്കെട്ടി ഇട്ട് കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് ഒരു റൊട്ടേഷൻ മെഷീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹാൻഡ് മെയ്ഡ് അല്ല, അത് ഒരു എഞ്ചിൻ വെച്ചിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ആവും. അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ട് കണ്ടോ, ആ ടൈറ്റ് ആവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് റോപ്പ്, ഈ പറയുന്ന ഹെവി റോപ്പ് നമ്മളെ ബൊളാറ്റ്സിലേക്ക് ടൈറ്റ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ടൈ ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റി, കാരണം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയുണ്ടെന്ന് കാണാൻ പറ്റുന്നത്. തൊട്ട് മുകളിൽ കണ്ടോ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്രൂവിനെ നമുക്ക് വളരെ ചെറുതായിട്ടേ കാണാനായി സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ ദൂരെ നിന്നാണ് സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു ക്രൂവിനെ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരു പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നുണ്ട്. അത് വളരെ വളരെ വിരളമായിട്ടുള്ള കപ്പലിൽ നിന്ന് കാണാൻ സാധിക്കുള്ളൂ. കാരണം പലപ്പോഴായിട്ട് ഇവിടെ മഴയുണ്ടെങ്കിലൊന്നും അറിയാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് ടെർമിനൽ 1 ബർത്ത് ചെയ്തെങ്കിലും അറിയാൻ സാധിക്കും. ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയുണ്ട്. വളരെ ചെറുതായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്രൂവിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് ടൈറ്റായി. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഹെവി റോപ്പ് ടൈ ചെയ്തതിന് വേണ്ടിയാണ്. അത് വളരെ കുറച്ച് സമയം കൊണ്ടാണ്, മണിക്കൂറുകളൊന്നും ഈ പറയുന്ന ടൈ ചെയ്യാനായി സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെപ്പോഴും പറയുന്നത്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ കപ്പലിനെ പിടിച്ചു കെട്ടിയ ഉരുക്ക് മനുഷ്യർ, അത് വിഴിഞ്ഞത്തുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം തന്നെയാണ്. ഇതാ നമുക്ക് ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട ഫോർമാസ്റ്റിന്റെ തൊട്ട് താഴെയാണ്, സൈഡിലാണ് ഈ പറയുന്ന റോപ്പ് എല്ലാം ഉണ്ടോ. അത് റോപ്പ് ചുറ്റി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ഈ സൈഡിലായിട്ട് മുന്നിലായിട്ട് കാണാൻ പറ്റുന്ന ഫോർമാസ്റ്റിന്റെ സൈഡിലാണ് ഇവിടെ ഈ പറയുന്ന ക്രൂവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടോ. ഇവിടെ നിന്നാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഹെവി റോപ്പ് നമ്മളെ ബൊളാറ്റ്സിൽ ടൈ ചെയ്യുന്നത്. അതൊന്ന് കാണാൻ വേണ്ടിയാണ് കണ്ടോ. ഇങ്ങനെ നമുക്കൊരു ക്രൂവിനെ കാണാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി ക്ലിയറിറ്റിയോടെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ. ഇതുപോലെയാണ് അറിയാത്തവർ ധാരാളമുണ്ട്. നമുക്കൊന്നും അറിയില്ല, പക്ഷെ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ലാർജ് ബസ്സിലും അൾട്രാ ലാർജ് ബസ്സിലും ഇനി ഫീഡർ ബസ്സുകൾക്കും ഏതൊരു കപ്പലും നമ്മുടെ പോർട്ടിൽ, പല സൈസിലുള്ള കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വരുന്നതിനാൽ നമുക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ധാരാളം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കും. അങ്ങനെ വെച്ച് എല്ലാ പോർട്ടിലും വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോർട്ടിൽ അൾട്രാ ലാർജ് ബസ്സിൽ വരില്ല, ചിലത് ലാർജ് വരില്ല, ചിലപ്പോൾ ഫീഡർ ബസ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ആയതിനാൽ ലാർജും അൾട്രാ ലാർജും ഫീഡർ ബസ്സുകളും നമ്മുടെ പോർട്ടിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഈ കാഴ്ച അനുഭവം നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ റോപ്പ് പൂർണ്ണമായിട്ടും ടൈറ്റ് ആയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് കപ്പലിന്റെ ഈ ഫ്രണ്ട് പോർഷൻ സൈഡിൽ നിന്നും ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഓരോ തവണയും ടൈറ്റ് ചെയ്യുന്നത് കണ്ടോ. ഓരോ തവണയെന്ന് മീൻസ് എനിക്ക് 8 or 10 റോപ്പായിരിക്കും ഈ ഫ്രണ്ടിൽ നിന്നുണ്ട്, ബാക്കിൽ നിന്നുണ്ട്, സൈഡിൽ നിന്നെല്ലാം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് കണ്ടെയ്നർ ഓരോന്ന് ഇറക്കുന്നത്. കാരണം ഈ പറയുന്ന പിന്നെ ഈ കണ്ടെയ്നർ ഇറക്കുന്ന സമയത്ത് കപ്പൽ അനങ്ങാനായി പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്നിവിടെ കാണാനായി സാധിക്കും. വളരെ ദൂരം നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ദൂരം എത്രയാണെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക്, അവസാനം വരെ കാണുന്നവർക്ക് അത് മനസ്സിലാവും. കണ്ടോ, ഇത്രത്തോളം ബാക്കിലിരുന്നിട്ടാണ് ഞാനത് സൂമിങ്ങിലൂടെ നമുക്ക് കാണാനായി സാധിക്കും. കണ്ടോ, ഇത്രത്തോളം ബാക്കിൽ ഇങ്ങാണ് ഞാനുള്ളത്. ഇവിടെ നിന്നാണ് ആ കപ്പലിനെ നമ്മൾ ആ ഹെവി റോപ്പ് റിലീസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചു തരുന്നതോടൊപ്പം എനിക്കും അത് കാണാനായി സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.